അവൻ ക്യാച്ച് ചെയ്തോണ്ടാ കറക്റ്റ് ആയിട്ട് വീഡിയോ കിട്ടിയത്. ഏകദേശം ഒരു 10-20-30 മീനോളം ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതെ നമ്മുടെ ഫസ്റ്റ് മാക്കുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വലിക്ക്, അത് കുഴപ്പമില്ല, വലിച്ചോ. എന്റെ മോൻ എന്നാ നോക്കി. ഉണ്ട് വലിക്ക് 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 വലിക്ക്. തരി തരിയായിട്ടുള്ള മുട്ടയില്ലേ? അതുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനുവിന്റെ ബിഗ്ഗസ്റ്റ് ക്യാച്ച് ആയിരുന്നു അല്ലേ? വേർത്ത് ഒഴുകും. അത് ഞങ്ങൾ കുട്ടിയൊക്കെ ഇവിടെ ഊരിയിട്ട് പൊക്കിപ്പിടി പൊക്കിപ്പിടി എടി പൊക്കടി. 4 മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. വറക്കാനുള്ള മുട്ട ഉണ്ടല്ലോ ചേച്ചി. അങ്ങനെ ഞങ്ങൾ പുതിയൊരു ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. 4 പേരും ഉണ്ട് ഞങ്ങള്. അതെ, ഇന്ന് നമുക്ക് വല്ല മീനും കിട്ടുമോ? ഇന്നെങ്കിലും മീൻ നമ്മൾ കൊറേ പിടിക്കും. സീലിന് കൊടുക്കാതെ അല്ലേ? സീലിന്റെ ഇന്ന് കണ്ട തലവണ്ട തല്ലിപ്പൊട്ടിക്കുന്ന പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് 3 ചൂണ്ട എടുത്തിട്ടുണ്ടല്ലേ നമ്മള്. ഇന്ന് അനുവും ചേച്ചി മാറി മാറി ഒരു ചൂണ്ടയിൽ ഇടുന്നതായിരിക്കും അല്ലേ ചേച്ചി? ഇന്ന് രണ്ടും കൽപ്പിച്ച നമ്മള് താഴത്ത് നോക്കിയപ്പോ ഒരുപാട് ഇത് കണ്ട. ഈ വണ്ടി മൊത്തം കിടക്കണത് താഴത്തെ ആൾക്കാർ വന്നേക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ താഴത്തേക്ക് പോവുക, ഫിഷിങ്ങിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക, ഫിഷിങ് ചെയ്യുക. അപ്പൊ ഇന്ന് ഒരുപാട് മീനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പ്രയത്നത്തിലാണ് ഞങ്ങള്. കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ കാണിച്ചു തരാം ഈ വീഡിയോ. അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ള ഈ സ്ഥലത്തിന്റെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സ്ഥലവും ഈ ഏരിയയൊക്കെ. അപ്പം എന്തായാലും ഞങ്ങൾ താഴത്തേക്ക് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വന്നപ്പം ഇവിടെ ഇഷ്ടം പോലെ മീനെ കിട്ടി. എത്ര മീനുണ്ട്? ഓ, ഇത് കുറേ ഉണ്ടല്ലോ. ഇത് ഒരു 10-20 ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ, ഇത് നമ്മുടെ മലയാളിയാണ്. പേരെന്തായിരുന്നു? അക്കീം. അപ്പോൾ ബ്രോന് വാട്ട്സ് യുവർ നെയിം? ഓ, 1 മിനിറ്റ്. ലോറൻസോ. ഹൗ യു വാക്കിംഗ് ടുഗദർ? ഓക്കെ. അവർക്ക് ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈ ദെൻ. അപ്പോൾ കാണാം നമുക്ക്. അമ്മലെല്ലാം തിരക്കിയെന്ന് പറഞ്ഞേര്. അപ്പോൾ എന്തായാലും നമുക്ക് മീനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വേഗം പോയിട്ട് എറിഞ്ഞു നോക്കാം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലേക്ക് അവസാനം എത്തി. ആ മലയിൽ നിന്നാണ് നമ്മൾ കയറി ഇറങ്ങി വന്നത്. അപ്പോൾ അവസാനം ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മീനൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു നല്ലതേ വലിച്ച് കയറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. 3 മീനുണ്ട് അതിനകത്ത്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ കുറച്ച് ഡേഞ്ചറസ് സ്പോട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവർ ക്ലീൻ ചെയ്യുന്നു. മീനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് വേസ്റ്റ് ഇതേപോലെ സീകളിന് കൊടുക്കും. പുള്ളിക്ക് അവിടെ മീനെ കിട്ടി വലിച്ചു കയറ്റുന്നത്. ഓ, ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇവർക്ക് ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും പിടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുക. ഒരുപാട് മീനില്ലേ? ഏകദേശം ഒരു 10-20-30 മീനോളം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഇടുന്നുണ്ട്. എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ നമുക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങിയാലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ അതെ, നമ്മളിവിടെ എല്ലാം സെറ്റായി. നമ്മുടെ ഫിഷിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒഫീഷ്യലി. നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ ഫസ്റ്റ് മാക്കുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നെക്സ്റ്റ് കാസ്റ്റ് ചെയ്യാം. നമ്മൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. അടിച്ച് വലിക്ക് എടുക്ക്. കിട്ടി 2 കിട്ടി. വലിക്ക്. സീലില്ല, പതുക്കെ മതി, ടെൻഷൻ വേണ്ട. യെസ്, 2 മാക്കറിൽ. അടിപൊളി മാക്കറിൽ. നല്ല വലിയ മാക്കറിൽ. ഇത് കണ്ടോ എന്നാ വലുതാന്ന് നോക്കിയാ? അടിപൊളി. അപ്പോൾ ഇഷ്ടംപോലെ മാക്കറിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇഷ്ടംപോലെ മീനെ പിടിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ അനുവാണെങ്കിൽ ഇവിടെ ആഞ്ഞ് ശ്രമിച്ചോണ്ടിരിക്കുക. അനുവേ, ഒരെണ്ണമെങ്കിലും പിടിക്കുമോ നീ? ഇല്ല, പോക്കിക്കോ. അനുവിന് മീൻ കിട്ടി. വലിക്ക്. അത് കുഴപ്പമില്ല, വലിച്ചോ. പോട്ടെ, അത് പോയത്. പോട്ടെ. അനുവിനത് കിട്ടിയതായിരുന്നു. അത് മിസ്സാക്കിയല്ലേ അനുവിന്? നീ സ്പീഡിൽ വലിച്ചു കയറ്റണം അപ്പോൾ, അല്ലെങ്കിൽ മീൻ പോവത്. ഇന്നാണെങ്കിലും നല്ല വെയിലുണ്ട്, നല്ല ചൂടും ഉണ്ടല്ലേ? വേർത്ത് ഒഴുകും. അത് ഞങ്ങൾ കുട്ടിയൊക്കെ ഇവിടെ ഊരിയിട്ട് ഈ ആമാതിരി ചൂടാണ്. എല്ലാവരും നിക്കറൊക്കെ ഊരി ഷർട്ടൊക്കെ ഊരിയൊക്കെ നിൽക്കുന്നത് മിക്കവരും. അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. വലിക്ക് വരണം. സീൽ വന്നായിരുന്നു. സീലില്ല ഇവിടെ ഉണ്ടാ? നമുക്കതേ ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, പെട്ടെന്ന് വലിക്ക്. സീല് വരും. ഇവിടെ സീലുണ്ട്. 2 ഉണ്ട്. വലിക്ക്. അവൻ്റെയാണത്. അവനവിടെ 4 കിട്ടി. അയ്യോ, അടിപൊളി.
വലിക്ക് 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 വലിക്ക്. കേറ്റ് 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 കേറ്റ്. കൂടുതൽ കയറി പോണ്ട. ആ വലിക്ക് വലിക്ക് പെട്ടെന്ന് 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 പെട്ടെന്ന്. മൂന്നെണ്ണം. ഏയ് 4 കേറ്റ്. 4 മീനെ കിട്ടിയിട്ടുണ്ട്. 4 നല്ല ആന സൈസ് സാധനം കിട്ടിയേക്കണം. എനിക്ക് അയ്യോ ഒരെണ്ണം ഉണ്ട് 1 കിലോ. കൈ കൊണ്ട് എടുക്ക്. കണ്ടോ ഒരെണ്ണം ഉണ്ട് 1 കിലോ. ആ മാതിരി സൈസ് സാധനം. നമുക്ക് ഇഷ്ടംപോലെ മീനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എത്ര എണ്ണമായി? 4 8 മീനുകളായി നമുക്ക്. അനുവേ നീ ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല. ഒരെണ്ണം അല്ല, എനിക്ക് ഇതിലപ്പുറം കിട്ടി. വേണ്ടെന്ന് വെച്ചിട്ടാ ഇത്രയും ഫിഷ് കിട്ടിയില്ലേ. ഇനിയിപ്പം ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ. വലിക്ക്. ആ സീല് വന്നതിന് മുമ്പ് വലിച്ചു കയറ്റ്. ഒരെണ്ണം ഒന്നെങ്കിൽ ഒന്ന്. നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇന്നെല്ലാം നല്ല സൈസല്ലേ. ഇതുണ്ട ഈ ബക്കറ്റ് നിറച്ച് അവർക്ക് മീനെ കിട്ടിയിരിക്കുക. അമ്മച്ചി കിട്ടും, ക്ലീനാക്കും, എന്നിട്ട് നേരെ ബക്കറ്റിലേക്ക് ഇടും. വേസ്റ്റ് ഇവിടെ കളയുകയും ചെയ്യും. ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ മീനെ കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നവരാണ് ഇവിടെ കാണുന്നത്. വലിക്കാനോ നിനക്ക് കിട്ടി. വലിക്ക് വേഗം വലിക്കടി. ആഞ്ഞു വലിക്ക് നീ. കിട്ടും നിനക്ക്. വലിക്ക് കിട്ടും നിനക്ക്. വലിക്കടി ഇവിടെ എത്തി. വലിക്ക്. ഇവന് 2 കിട്ടിയേ. ഇല്ല ഒരെണ്ണം ഇവിടെ ഉണ്ട്. അടിപൊളി. അങ്ങനെ അനുവിനും 2 കിട്ടിയിരിക്കുകയാണ്. അനുവിന് ഏറ്റവും വലുത് കിട്ടിയേക്കണേ. ഏറ്റവും വലുത്. എൻ്റെ മോനെ എന്നാ വലുതാ എനിക്ക്. അടിപൊളി മീൻ. ഞാൻ എൻ്റെ കൈയുടെ വലിപ്പം കാണിച്ചു തരാം നിങ്ങളെ. അയ്യോ പിടയ്ക്കാതെ. ഇതുണ്ട് എൻ്റെ ചെരുപ്പിൻ്റെ. നോക്കിയോ എൻ്റെ ചെരുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 11 12 സൈസും കണ്ടൊക്കെ മീൻ. എൻ്റെ ചെരുപ്പ് 9. വാങ്ങിക്കേ. നോക്ക് ആ മാതിരി സൈസാ മീനെ കിട്ടിയേക്കുന്നത്. എന്തുവാ എനിക്ക് കൈ വേദനിച്ചിട്ട് ഇത് കളഞ്ഞാലോ സ്ട്രെങ്ത് വേണം. കണ്ടോ അടിപൊളി മീനെ കിട്ടിയിരിക്കുകയാണ്. ഗ്രില്ലൊക്കെ അടിക്കാൻ പറ്റിയ സൈസ് മീൻ. കൊള്ളാം അല്ലേ. 2ാമത്തെ മീനിന്റെ വയറ്റിലാണ് കയറിയിരിക്കണം. നോക്കിയേ വയറ്റിലാണ് കുത്തി കയറിയിരിക്കണം. വെയിറ്റ് ചെയ്യടാ. അപ്പൊ 2 മീൻ അനു പിടിച്ചിരിക്കുകയാണ്. അതും വലിയ മീൻ. വലിക്ക്. ചേട്ടൻ ഒരെണ്ണം കൂടെ കിട്ടിയിരിക്കുകയാണ്. വലിക്കടി അനു വലിക്ക്. നിനക്ക് പറ്റും. വലിക്ക് ആഞ്ഞു കറക്ക് നീ. ശക്തി വരട്ടെ. വലിക്ക് നിനക്ക് പറ്റും. പോയാലും കുഴപ്പമില്ല നീ വലിക്ക്. നീ പഠിക്ക്. വലിക്കടി. ആ വലിക്ക്. അനുവിന് 4 എണ്ണം. അനു 4 എണ്ണം. പൊക്കിപ്പിടി. എടി പൊക്കടി. അനുവിന്റെ ബിഗ്ഗസ്റ്റ് ക്യാച്ച് ആയിരുന്നു അല്ലേ. 4 എണ്ണം ഒറ്റ ലൈനിലും പിടിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട്. നാളെ നല്ല വേദന ഉണ്ടാവും. എനിക്ക് കൈയോളം വേദന. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാ പഠിക്കുന്നത്. ശരീരം മറിക്കുന്നതാണ് ചൂണ്ട മറിക്കുന്നത്. നമുക്കിപ്പോ ബക്കറ്റ് നിറയെ മീൻ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് അവസരം കാണിച്ചു തരാം എല്ലാം കൂടെ. ചേട്ടന് പിടിച്ചെന്ന് പറഞ്ഞില്ലേ. ഞാൻ അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കപ്പോഴേക്കും എന്തോ വന്നതിൽ ഇങ്ങനെ തട്ടുന്ന പോലെ. അപ്പോഴേക്കും ഞാൻ വലിച്ചപ്പോഴേക്കും ഇവിടെ അടുത്ത് വരുമ്പോഴേക്കും വെയിറ്റ് കൂടുന്നു. ഫിഷിംഗ് പഠിച്ചില്ലേ? ഇനി കാസ്റ്റ് ചെയ്യാൻ പഠിക്കണം. നീ എറിയാൻ പഠിക്കണം. എനിക്ക് പേടിയത് എറിയാൻ പഠിക്കണം. ഇല്ല ഇത്രയും നീ പഠിച്ചില്ലേ. ഇനി നെക്സ്റ്റ് എറിയലാണ്. ചേച്ചി എപ്പോഴാണ് പഠിക്കുന്നേ? ഇനി ചേച്ചിയാ നെക്സ്റ്റ്. കേട്ടല്ലോ. ഞങ്ങളെല്ലാരെയും കൊണ്ടുവന്നിട്ട് ഇനി ഞങ്ങൾ ഇവിടെ മാറി നിൽക്കും. ഇവരെ ഇട്ട് പണിയെടുപ്പിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് പറ്റില്ല. എന്താ എനിക്ക് കൈവേദന എടുക്കാൻ തുടങ്ങി. അതൊക്കെ ശീലവും. മീനുകൾ ചാടി ഓടുന്നു ബക്കറ്റിൽ നിന്ന്. അടച്ചടച്ച് സീൻ കഴിഞ്ഞു. എന്റെ കൈ നീര് വെച്ച്. അനുവിന്റെ കൈയൊക്കെ ചുമന്ന് മാത്രം എനിക്ക് നീര് വെച്ച പോലെ ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് 4 എണ്ണമൊക്കെ ഒറ്റയ്ക്കൊക്കെ ഒരെണ്ണം പിടിക്കുന്നത് തന്നെ വലിയ സംഭവം. നീയാണ് ഡെയിലി ഫിഷിങ് ചെയ്യണത്. പോന്നൊക്കെ പറയാം തള്ളിയിടണം. അടിക്കടി കിട്ടുവടി. ഉണ്ടോ എനിക്കറിയില്ല. വെയിറ്റ് ഫീൽ ചെയ്യുന്നു. എനിക്ക് ആ വെയിറ്റിന്റെ എനിക്ക് കണ്ണു വലിക്കടി. ആഞ്ഞു വലിക്ക്.
ഇല്ല ഇല്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ല ഇല്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം കിട്ടി. 4 എണ്ണം അവിടെ എണ്ണം. ചാകര 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 ചാകരേ ചാകരേ. എന്താ കാണിച്ചു? എന്താ തൊലി പോയാ? കൈ പോയാ? കാണിച്ചേ, കൈ കാണിച്ചു. അടുത്ത ക്യാച്ച്, അടുത്ത ക്യാച്ച്. ഇതേ 4 എണ്ണം. ഇങ്ങോട്ട് നീട്ടിപ്പിടി, ഇങ്ങോട്ട് നീട്ടിപ്പിടി, ഇങ്ങോട്ട് നീട്ടിപ്പിടി. അടുത്ത 4 എണ്ണം, അടുത്ത 4 എണ്ണം. പള്ളി പള്ളി പള്ളി. അനുവും ചേട്ടനും കൂടെ വാശിയേറിയ മത്സരത്തിലാണ്. വാശിയേറിയ മത്സരമാണ്. വലിക്ക് 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 വലിക്കനു വലിക്കനു. കിട്ടൂടി കിട്ടൂടി, വലിക്കേ. ഇല്ല, കിട്ടും. വലിക്ക് 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 വലിക്ക്, ആഞ്ഞു വലിക്ക്. സ്പീഡ് പറ്റ, സ്പീഡ് പറ്റ, അല്ലെങ്കിൽ സീൽ വരും. പെട്ടെന്ന് 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 പെട്ടെന്ന്. ആ വലിക്ക് 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 വലിക്ക്. അത് തന്നെ. എത്തി 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 എത്തി. അതെ, അടുത്ത മീനും കൂടെ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. ഇന്ന് ചാകര. ഇവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ വലിച്ചു കയറ്റിയല്ലോ. എനിക്ക് ആ ഫീലാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അപ്പത്തേ നിറച്ച് മീനെ കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് രാശിയോട് രാശിയാണ്. ഞാനിട്ടെ റെഡി ചെയ്യുന്നു. കുറച്ച് ഞാനും കൂടെ പിടിക്കട്ടെ. എന്താടി ഇത്? അപ്പോൾ വന്നോന്ന് എനിക്ക് ഇടാൻ തരത്തില്ലല്ലേ നീ? എനിക്ക് മീൻ കിട്ടി തുടങ്ങിയപ്പോൾ അവളെ എനിക്ക് തരത്തില്ല. അവള് മായൊക്കെ പൊളിച്ചിരിക്കാതെ. അപ്പത്തേ നമ്മളിവിടെ നമ്മുടെ മീനെല്ലാം ചേച്ചി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. ചേച്ചി മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അടിപൊളിയായിട്ട്. ദേ ഹനുവിന് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. വലിച്ചു കയറ്റ്. വലിക്ക് 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 വലിക്ക്. ആ വലിക്ക് വലിക്ക്. അല്ലടി അല്ലടി, ഒണ്ടറി ഒണ്ടറി ഒണ്ടറി. വലിക്ക് 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 വലിക്ക്. ആ 2 മീനുണ്ട്. പൊളി പൊളി പൊളി. ചാകര ചാകര. അനുവിന് ചാകര. ആ വരുന്നില്ല. അത് പതുക്കെ പതുക്കെ ചെയ്യും. അത് നോക്കത്. ഒരെണ്ണം അവിടെ ഉണ്ട്. സെറ്റ് സെറ്റ്. അത് പഠിച്ചില്ലേ? ആ സ്കില്ല് പഠിച്ചില്ലേ? നമ്മുടെ ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിച്ചോണ്ടിരിക്കുക. സന്ന് അവിടെ സെറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരുവിധം ഒതുക്കി. കുറെ പേരൊക്കെ പോയി, കുറെ പേരൊക്കെ പുതിയതായിട്ട് വന്നവരുണ്ട്. അപ്പൊ നമ്മളും ഇങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി, കാരണം നമുക്ക് ഇഷ്ടം പോലെ മീനെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ക്യാച്ച് ഇന്നത്തെ ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ചേച്ചി ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ മീനുണ്ട്. ഇഷ്ടം പോലെ ബോട്ട് പരിപാടിയൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ആ പോകുന്നത് പറഞ്ഞ ഫിഷിംഗ് ബോട്ടാണ്. ഇതിന് മുട്ടയുണ്ട്. ചിലതിലൊക്കെ നല്ല തരി തരിയായിട്ടുള്ള മുട്ടയില്ലേ? അതുണ്ട്. അപ്പൊ ചേച്ചി ചിലതൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പൊ ചേച്ചി നല്ല രീതിയിൽ ഞങ്ങൾക്ക് മീൻ വെട്ടാനുള്ളത് കൊണ്ട് ഈസിയായി. ഇതിപ്പോ തലയും കുടലും മാത്രം കളയുന്നേ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ട് ബാക്കിയെല്ലാം തേച്ച് കഴിയാൻ മതി അല്ലേ? ദേ അവിടെ സീല് പൊങ്ങിയിട്ടുണ്ട്. സീലും കൂടെ ഉള്ളപ്പോഴേ ഇവിടെ ഭയങ്കര പാടാ ഫിഷിങ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 3 നമ്മളെ അറ്റാക്ക് ചെയ്ത് സീല് കൊണ്ടുപോയായിരുന്നു. പുള്ളി ഇത് സീലിനെ ഫീഡ് ചെയ്യുന്ന പോലെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക. അതെനിക്ക് അവനെ കൊതിപ്പിക്കുക. അത് കൊള്ളാട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സീൽ കൂട്ടൻ. പുള്ളി ഇതേ അടുത്ത മീനെ കിട്ടി. അപ്പൊ പുള്ളി പറഞ്ഞു ഇപ്പൊ പുള്ളിയുടെ ഫ്രണ്ട് വരും, അത് സീല് വരും ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ കാണിച്ചു തരാം. കണ്ട അവൻ ക്യാച്ച് ചെയ്തണ്ട, കറക്റ്റ് ആയിട്ട് വീഡിയോ കിട്ടി. അവൻ വെയിറ്റ് നിൽക്കുകയാണത്. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഇതേപോലെ. കാരണം ഞാൻ ചൂണ്ടിടുന്ന കാരണേ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളി അത് കാരണം രക്ഷപ്പെട്ട്. നമുക്കിതേ അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇവര് ഫ്രണ്ട്സാ ഇപ്പം. കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞ് കൊതിപ്പിക്കുകയാണ്. വെൽ ഡൺ, ദാറ്റ്സ് ഗുഡ്. പറ്റിച്ചു പറ്റിച്ചു പറ്റിച്ചു. ദേ നമുക്ക് ചാള കിട്ടി. അയ്യോ കുഞ്ഞു ചാള. അടിപൊളി. അതിന്റെ ചതമ്പലൊക്കെ കൈപ്പറ്റി. ചെറിയ ചാളയായിരുന്നു. തലയും വാലും കുടലെല്ലാം വെട്ടിക്കഴിഞ്ഞല്ലേ? ഇപ്പൊ എന്താ പരിപാടി? അതെ, മീൻ മുട്ട. അതെ ചേച്ചി അതിൽ നിന്ന് എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തോണ്ടിരിക്കുക. മീൻ മുട്ട ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുക. ഇതെന്താ 2 ടൈപ്പ് മുട്ട? ഓ മെച്ചേർഡും അതാണല്ലേ. ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലൊക്കെയാണ് മുട്ടയുടെ എന്നാണ് ചേച്ചി പറയണത്. ചേച്ചി ഇതില് MBBS എടുത്തേക്ക്. അപ്പൊ ഇത്രത്തോളം മുട്ടയെ നമുക്ക് കിട്ടിയേക്കുന്നു. നോക്കിയേ എന്തോരാന്ന് നോക്കിയേ. അയ്യോ നല്ല സുഖം മുട്ട പിടിക്കാൻ. ഇഷ്ടം പോലെ മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. വറക്കാനുള്ള മുട്ട ഉണ്ടല്ലോ ചേച്ചി? പൊളി. അനുവേ നീ ഇന്ന് മുട്ട വറുത്ത് തരുമോ? നീ
ഇത് കണ്ടില്ലേ, ഇത്രത്തോളം മീനാണ് നമുക്കിത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത്. നമ്മളെല്ലാം ക്ലീൻ ആക്കി ഫ്രഷ് ആക്കി നമ്മൾ ഈ ഒരു കടൽ വാട്ടർ, ഈ ഒരു സീ വാട്ടറിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഉപ്പുവെള്ളമാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം ഇത് നമ്മൾ എല്ലാം കൂടെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഡിവൈഡ് ചെയ്തൊക്കെ കൊടുക്കും. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പം അങ്ങനെ ഭയങ്കരമായ ക്ലീനിങ്ങിലൊക്കെ ശേഷം ഞങ്ങളത് എല്ലാം കൂടെ കിറ്റിലും ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതിലും അടിപൊളി വീഡിയോസ് ആയിട്ടൊക്കെ കാണാം. അടുത്ത ദിവസം നമ്മൾ വേറൊരു ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്, ഫിഷിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.